ഹലോ എവരിവൺ, ദിസ് ഇസ് ഡോക്ടർ ആര്യ. മഴക്കാലമായതോടെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കാലിൽ മരവിപ്പുണ്ടാകുന്നതും ഫുഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതും വളരെ കോമൺ ആണ്. അപ്പം കാലിൽ മരവിപ്പുണ്ടാകുന്നതിന് പ്രത്യേക കാരണം എന്ന് വെച്ചാൽ കാലിൻ്റെ അടിഭാഗത്തോട്ടുള്ള സർക്കുലേഷൻ കുറയുന്നതാണ്. അപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ വെളിയിലോട്ട് ഈ മഴക്കാലത്ത് ഇറങ്ങുമ്പം തണുപ്പും മഴയും ഒന്നും കൊള്ളാത്ത രീതിയിൽ നമ്മുടെ കാൽപാദങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനങ്ങനെയുള്ള ഫുഡ് വെയേഴ്സ് യൂസ് ചെയ്യണം. നല്ല ഉണങ്ങിയ ഷോക്സുകൾ യൂസ് ചെയ്യാം. കാലിലെ നഖങ്ങളൊക്കെ കൃത്യമായി സ്ട്രെയിറ്റ് ആയിട്ട് ട്രിം ചെയ്ത് സൂക്ഷിക്കുക. നഖത്തിൻ്റെ അറ്റമൊക്കെ വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. കാലിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഫുഡ് ക്രാക്സ് ഒക്കെ ഉള്ളവർ, വിണ്ടുകീറലൊക്കെ ഉള്ളവർ കാലിൽ മോയ്സ്ചറൈസേഴ്സൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വിരലുകൾക്കിടയിൽ മോയ്സ്ചറൈസേഴ്സ് മാക്സിമം അപ്ലൈ ചെയ്യുന്നത് കുറയ്ക്കുക. കാരണം സ്പേസ് കുറവാണ്, ഫംഗൽ ഇൻഫെക്ഷൻസിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ദിവസത്തിൽ അത്യാവശ്യം വേണ്ട അളവിൽ വെള്ളം കുടിക്കാനും ശ്രമിക്കണം. ഡയബറ്റിക് ആയിട്ടുള്ളവരുടെ ഫുഡ് കെയർ പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ ചെരുപ്പിടാതെ നമ്മൾ വെളിയിലൊക്കെ അങ്ങനെ ഇറങ്ങി നടക്കുന്നതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യണം. നല്ല ക്വാളിറ്റി ഫുഡ് വെയേഴ്സ് തന്നെ യൂസ് ചെയ്യുക. ലെതർ ഫുഡ് വെയേഴ്സൊക്കെ ഈ ടൈമിൽ അവോയ്ഡ് ചെയ്യുക. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡയബറ്റിക് ഫുഡ് വെയേഴ്സ് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മുറിവുകളോ അങ്ങനെ വല്ലതും ഉണ്ടായാൽ അതിനെ വളരെ ഇമ്പോർട്ടൻസോട് തന്നെ കെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഫുഡ് കെയർ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഫർദർ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും ഹെൽപ്ഫുള്ളായിരിക്കും. താങ്ക് യു.